മണിക്കൂറുകളോളം നിങ്ങളും ഇങ്ങനെ ഫോണിൽ സ്ക്രോൾ ചെയ്യാറുണ്ടോ? ഒരു കാര്യവുമില്ലാതെ ഇൻസ്റ്റഗ്രാമും യൂട്യൂബും മാറി മാറി നോക്കാറുണ്ടോ? ഇതിനെയാണ് ഡൂം സ്ക്രോളിംഗ് എന്ന് വിളിക്കുന്നത്. പലപ്പോഴും ഒരാവശ്യവുമില്ലാതെ ഫോൺ അൺലോക്ക് ചെയ്ത് നേരെ സോഷ്യൽ മീഡിയയിലേക്ക് കടന്ന് അവസ്ഥയിലേക്ക് ആളുകൾ എത്തിപ്പെടുന്നുണ്ടെന്നാണ് പുതിയ പഠനങ്ങൾ പറയുന്നത്. ഈ അഡിക്ഷൻ മാറ്റാൻ ഗൂഗിൾ ഇപ്പോൾ ഒരു പുതിയ വഴി കണ്ടെത്തിയിരിക്കുകയാണ്. പേര് പോസ്റ്റ് പോയിന്റ്. ടിക്ടോക്ക്, ഇൻസ്റ്റഗ്രാം, എക്സ്, യൂട്യൂബ് തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളിൽ നിന്നുള്ള നിർബന്ധിത ആപ്പ് ഉപയോഗം കുറയ്ക്കുന്നതിനാണ് പോസ്റ്റ് പോയിന്റ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇനി മുതൽ സോഷ്യൽ മീഡിയ ആപ്പുകൾ തുറക്കുമ്പോൾ ഗൂഗിൾ ഒരു 10 സെക്കൻഡ് ഇടവേള തരും. കണ്ടന്റിലേക്ക് നേരിട്ട് കടക്കാൻ കഴിയില്ല. ആ 10 ഇൻസ്റ്റൻസ് ചിത്രങ്ങളോട് സുഹൃത്തുക്കൾക്ക് റിയാക്ടോ റിപ്ലൈയോ നൽകാനുള്ള അവസരവും ഉണ്ടാകും. ഇൻസ്റ്റഗ്രാം ഡയറക്റ്റ് മെസ്സേജിൽ ഈ പ്രതികരണങ്ങൾ തെളിയും. സെക്കൻഡ് സ്ക്രീനിൽ ഒരു ചോദ്യവും തെളിയും. ഞാൻ എന്തിനാണ് ഇവിടെ വന്നത്? ഇത് നമ്മളെ ഒന്ന് ചിന്തിപ്പിക്കും. വെറുതെ സമയം കളയാനാണോ അതോ വല്ല ആവശ്യത്തിനു വേണ്ടിയാണോ നമ്മൾ ഫോൺ എടുത്തതെന്ന് ബോധ്യപ്പെടുത്തുകയാണ് ലക്ഷ്യം. ഇതിലൂടെ ഉപയോക്താവിന് തന്റെ പ്രവൃത്തിയെക്കുറിച്ച് ഒരു നിമിഷം ആലോചിക്കാൻ അവസരം ലഭിക്കും. അറിയാതെ സംഭവിക്കുന്ന സ്ക്രോളിംഗ് ശീലം കുറയ്ക്കുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. ഈ സമയം ശ്വാസവ്യായാമം ചെയ്യാനോ അല്ലെങ്കിൽ മറ്റ് നല്ല കാര്യങ്ങൾ ചെയ്യാനോ ഉള്ള ടിപ്സും ഗൂഗിൾ പറഞ്ഞു തരും. ഇതുകൂടാതെ ഓരോ ആപ്പിലും എത്ര സമയം ചെലവഴിക്കണമെന്ന് നമുക്ക് സെറ്റ് ചെയ്യാം. സമയം കഴിഞ്ഞാൽ ഇനി മതി എന്ന് ഗൂഗിൾ നമ്മളെ സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കും. ഡിജിറ്റൽ ലോകത്തെ അമിത ഉപയോഗത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കാനാണ് ആൻഡ്രോയിഡിന്റെ ഈ പുതിയ നീക്കം. സ്ക്രോളിംഗ് നിർത്തി ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ ഈ പോസ്റ്റ് പോയിന്റ് നമ്മളെ സഹായിക്കട്ടെ. വാട്സാപ്പിലെ വ്യൂ വൺ ഓപ്ഷൻ നമുക്കെല്ലാം അറിയാം. എന്നാൽ അതിനേക്കാൾ അല്പം കൂടി സ്മാർട്ടായ ഒരു ഫീച്ചറുമായി എത്തിയിരിക്കുകയാണ് ഇൻസ്റ്റഗ്രാം. പേര് ഇൻസ്റ്റൻസ്. അതെ, സ്നാപ്ചാറ്റിന് പണി കൊടുക്കാൻ മെറ്റ ഒരുക്കുന്ന ഈ പുതിയ വിദ്യ എന്താണെന്ന് അറിയണ്ടേ? സിമ്പിളായി പറഞ്ഞാൽ കണ്ടു കഴിഞ്ഞാൽ ഉടൻ അപ്രത്യക്ഷമാകുന്ന ഫോട്ടോകളാണ് അവ. പ്രധാന ഇൻസ്റ്റഗ്രാം ആപ്പ് ഓപ്പൺ ആക്കാതെ തന്നെ ക്യാമറ ഓപ്പൺ ചെയ്ത് ഇൻസ്റ്റൻസ് അയക്കാൻ ഈ ആപ്പ് വഴിയാകും. ഇൻസ്റ്റന്റ് ആപ്പ് വഴി അയക്കുന്ന വിവരങ്ങൾ ഇൻസ്റ്റഗ്രാം ആപ്ലിക്കേഷനിലും ദൃശ്യമാകും. ഉപയോക്താക്കൾക്ക് ഒരു ചെറിയ ഫോട്ടോ സ്റ്റാക്ക് ഐക്കണിൽ ടാപ്പ് ചെയ്ത് ക്യാമറ തുറക്കാനും സാധിക്കും. ഇതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് അറിയണ്ടേ? നിങ്ങളുടെ അടുത്ത സുഹൃത്തുക്കൾക്കോ മ്യൂച്വൽ ഫോളോവേഴ്സിനോ മാത്രമേ ഇത് അയക്കാൻ സാധിക്കൂ. ഫോട്ടോ എടുക്കാം, ക്യാപ്ഷൻ എഴുതാം, അല്ലാതെ മറ്റ് ഫിൽറ്ററുകളോ എഡിറ്റിങ്ങോ ഒന്നും ഇതിൽ നടക്കില്ല. തികച്ചും റോ ആയിട്ടുള്ള ചിത്രങ്ങൾ മാത്രമേ പങ്കുവയ്ക്കാൻ കഴിയൂ. ഇനി ഇതിന് സുരക്ഷാ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയണ്ടേ? ഇതിൽ വരുന്ന ചിത്രങ്ങൾ സേവ് ചെയ്യാനോ സ്ക്രീൻഷോട്ട് എടുക്കാനോ സാധിക്കില്ല. കൂടാതെ അയച്ച ഫോട്ടോ മറ്റൊരാൾ തുറക്കുന്നതിന് മുൻപ് നിങ്ങൾക്ക് വേണമെങ്കിൽ അൺഡു ചെയ്യാനും കഴിയും. ഏറ്റവും രസകരമായ കാര്യം എന്താണെന്ന് അറിയാമോ? ലഭിച്ചയാൾ കണ്ടു കഴിഞ്ഞാൽ ചിത്രം ഡിലീറ്റ് ആകുമെങ്കിലും അയച്ചയാൾക്ക് സ്വന്തം ആർക്കൈവിൽ 1 വർഷം വരെ ചിത്രം കാണാൻ സാധിക്കും. ഇൻസ്റ്റൻസ് ചിത്രങ്ങളോട് സുഹൃത്തുക്കൾക്ക് റിയാക്ടോ റിപ്ലൈയോ നൽകാനുള്ള അവസരവും ഉണ്ടാകും. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലാണ് ഈ പരീക്ഷണം നടക്കുന്നത്. ഇൻസ്റ്റഗ്രാമിന്റെ കമ്മ്യൂണിറ്റി സ്റ്റാൻഡേർഡ് പാലിച്ചായിരിക്കും ഈ ഫീച്ചർ പ്രവർത്തിക്കുകയെന്നും ചിത്രങ്ങൾ റിവ്യൂ ചെയ്യുവാനുള്ള ഓപ്ഷൻ ഉണ്ടാകുമെന്നും മെറ്റ വ്യക്തമാക്കിയിട്ടുണ്ട്. ആൻഡ്രോയിഡിലും iOS-ലും ഇത് ഉടൻ ലഭ്യമാകുമെന്നാണ് റിപ്പോർട്ടുകൾ. ചുരുക്കത്തിൽ സുഹൃത്തുക്കളുമായി കൂടുതൽ പേഴ്സണലായി വേഗത്തിൽ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ ഈ ഫീച്ചർ തീർച്ചയായും സഹായിക്കുമെന്ന് ഉറപ്പാണ്.